കുന്നത്തൂർ തുരുത്തിക്കര മാർത്തോമ UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ഫെബിൻ എന്ന് പറയുന്ന കുട്ടി രാവിലെ സ്കൂൾ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കെ കിണറ്റിലോട്ട് വീഴുകയാണ് ഉണ്ടായത്. ഞാൻ സ്ഥലം സന്ദർശിച്ചു, മറ്റുള്ള ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം സന്ദർശിച്ചു. ആ കുട്ടി ഇപ്പോൾ കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ചികിത്സ കഴിയുകയാണ്. ഈ വിവരം അറിഞ്ഞുടനെ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററെ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നേരിൽ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി. ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തു കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തെ ഡോക്ടറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ ഒരു ചെക്കിങ്ങിന് ശേഷമേ പൂർണ്ണമായി എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം DD ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ പരിചരണവും കൊടുക്കുന്നതിന് വേണ്ടിയാണ് DDയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ DDയുമായി സംസാരിച്ചു. അപ്പോൾ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കിണറിൻ്റെ ആ മൂടി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. സാധാരണ എല്ലാ കിണറും പൂർണ്ണമായി സംരക്ഷിക്കുന്നതിന് നല്ല രീതിയിൽ നല്ല ഗ്രില്ലിട്ടാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്കൂളിൽ അങ്ങനെ ഗ്രില്ല് കണ്ടില്ല എന്നുള്ളത് ഒരു പൊതുപരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനിന്ന് സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ അധ്യാപകരുമായിട്ട് സംസാരിച്ചു. ഉടനെ തന്നെ നല്ല ഗ്രില്ലിട്ട് അതിൻ്റെ മുകൾ ഭാഗം സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തോളാം എന്ന് പറയുകയുണ്ടായി. മാനേജ്മെൻറ്റ് സ്കൂളെന്ന നിലയിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിന് കൂടിയുണ്ട്. അത് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഞാൻ HMമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാ സഹായം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട HM സഹിതം എൻ്റെ അടുത്ത് ഉറപ്പ് നൽകുകയാണ്. തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പൂർണ്ണമായ സഹായം ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ അറിയിക്കുകയുണ്ടായി. ഇതാണ് ഈ കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.